അയ്യപ്പേട്ടാ, PV അൻവർ MLA ഇന്നലെ വളരെ നാടകീയമായിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യട്ടെ, അതിന് ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ ഇത്രയേറെ നാടകീയത ഒരു സംഭവത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അൻവറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അൻവർ വിമർശിക്കപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ മാനിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു, ഇത്രയേറെ നാടകീയമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ഒരുപാട് സീനുകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. PC ജോർജിനെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞാണ് ഇതേപോലെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കൊച്ചു വെളുപ്പാങ്കാലം 4 മണിക്കോ 5 മണിക്കോ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. നാം ഇതുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇതിലൂടെ PV അൻവർ ഹീറോയാകും. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസ് വകുപ്പും ഇത്തരത്തിൽ ഹീറോ ആക്കിയവരുടെ പട്ടിക ഓരോന്നായി പറയാം. 1, രാഹുൽ മാങ്കൂട്ടം MLA ആയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സാമാജികനാക്കി കൊടുക്കാൻ പിണറായിക്കും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മകള്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ കേസ് ഇത്രയും എത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന രീതിയിൽ SFIO അന്വേഷണം വരെ എത്തിച്ചത് ആരാണ്? ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസുമാണ്. എന്തുകൊണ്ട്? PC ജോർജ് എൻ്റെ വീട് വളഞ്ഞ് സരിതയ്ക്കെതിരെ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ എവിടം വരെ പോയിരിക്കുന്നു. അപ്പോൾ 2 PV അൻവർ. 3 ഇങ്ങനെ പൊളിറ്റിക്കലി പല തീരുമാനങ്ങളും. ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണെങ്കിൽ പൊളിറ്റിക്കലി ശശി പൂർണ്ണമായി പരാജയമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയമാണ് എന്നുള്ളതാണ് അൻവറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായിരിക്കുന്നത്. 2, പാണ്ഡ്യാല ഷായ് ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് വിഷയങ്ങൾ മാറ്റിവിടാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തൻ്റെ മകളെ രക്ഷിക്കണം, അദ്ദേഹത്തിന് ഈ പറയുന്ന SFIO അന്വേഷണം, ഇപ്പോൾ മറ്റേ ക്ഷേത്ര ആചാരത്തിൽ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. സാമ്പത്തിക കോടതിയിൽ അദ്ദേഹത്തിന്റെ മകളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. 2, ഈ പറയുന്ന പോലെ മേൽമുണ്ട് ധരിച്ച് അമ്പലത്തിനകത്ത് കയറുന്ന കാര്യത്തിലുള്ള വിഷയം, ഇതെല്ലാം സംസാരിക്കുന്നത് വേറൊരു വിഷയം നമുക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കൊലയാളികളായ, പെരിയ കേസിലെ കൊലയാളികളായ അവരെ ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് വായിക്കാനായി കൊടുത്തത് P ജയരാജന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ പുസ്തകം. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? RSS ചെയ്യേണ്ട കാര്യങ്ങൾ, ഹിന്ദുത്വ പ്രീണനം, മറ്റുള്ളവരെ, അതായത് ഇവർ പറയുന്ന ഇവർക്ക് വോട്ട് നഷ്ടപ്പെട്ട ശേഷം ഇവരിപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും കപടതയാണ്. അങ്ങേരെ മകളെ രക്ഷിക്കണം. അതിനുവേണ്ടി ഇന്നലെ ആ 5 പേരെ ജയിലിൽ കയറ്റുമ്പോഴത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വരുമ്പോൾ ഈ ബുക്ക് കൊണ്ടു കൊടുത്ത ഏത് ബുക്കാണ്? ഈ ബുക്ക് എന്ത് ബുക്കാണ് കൊടുത്തത്? അയാൾ എഴുതിയ തീവ്ര മുസ്ലിം വിരുദ്ധ പരാമർശം അടങ്ങിയ ബുക്കാണ് കൊടുത്തത്. അപ്പൊ ഇതിനകത്ത് അജണ്ട എന്ന് പറയുന്നത്, അതിന്റെ പ്രകാശനത്തിന് മുഖ്യമന്ത്രി പോയിരുന്നല്ലോ. അതാ പറഞ്ഞത്. അതായത് പണ്ട് നമ്മൾ പറയും, ഒരു കുരങ്ങനെ കൊണ്ട് വേഷം കെട്ടിച്ചിട്ട് തുള്ളടാ കുഞ്ഞിരാമ തുള്ള് എന്ന് പറയുമല്ലോ. ഈ കുരങ്ങനെ കൊണ്ട് ആളിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയൂല. അതുപോലെ ഒരു കുരങ്ങന്റെ വേഷമാണ് പിണറായി വിജയൻ ഇപ്പോൾ ഉള്ളത്. കളിപ്പിക്കുന്നത് RSSും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഇടത് നിരീക്ഷകൻ പാണ്ഡ്യാല ഷാജി. അപ്പൊ നമ്മൾ വിഷയം മാറിപ്പോകുന്നതല്ല, PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടി പ്രജിത ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്ത് തെറ്റ് PV അൻവർ ചെയ്തു? ഇന്നലെ ആ ഫോറസ്റ്റ് ഓഫീസിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് നിലമ്പൂര്, ഒരു ആദിവാസി യുവാവ് മരിക്കുന്നു. ആ ആദിവാസി യുവാവിന് വേണ്ടി പറയുന്ന പോലെ ആ ബോഡിയെ ഇവർ എത്ര സമയം ഇട്ടിരുന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പൊ ഇങ്ങനെ കടുത്ത അനാസ്ഥ നടത്തുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയിൽ ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ ഇവിടെ നിയമസഭയിലെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഈ മന്ത്രി അടിച്ചു തകർത്തു. അതിനിവിടെ യാതൊരു വിഷയവുമില്ല. ഇവിടെ ഈ പറയുന്ന കേസ് വരുമ്പോ അങ്ങ് വേറെ എന്തെങ്കിലും വിഷയം കൊണ്ടൊന്ന് അങ്ങ് പൂഴ്ത്തി അത് ഇവിടെ ഇതിൽ എന്താ ചെയ്തത്? ആ ഓഫീസ് എക്യുപ്മെന്റ്സ് തകർത്തു എന്നുള്ള കേസ്. അങ്ങനെയാണെങ്കിൽ സംശയം ചോദിക്കട്ടെ, ഇവിടെ നിരവധി സമരങ്ങൾ സെക്രട്ടേറിയറ്റിനിടയിൽ നടക്കുന്നുണ്ട്, ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട്. ഈ സമരങ്ങളുടെ ചരിത്രം എടുത്താൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് അണികൾ ചെയ്ത തെറ്റിന് ഏത് MLA ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇന്ന് മന്ത്രിയായിരിക്കുന്ന നിരവധി പേര് പല സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തവരായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോ. പിണറായി തന്നെ ചെയ്തിട്ടുണ്ട്. എത്രയോ പൊതുമുതൽ എറിഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട്.
എനിക്ക് ഓർമ്മയുണ്ട് ഒരു KSRTC കണ്ടക്ടർ മരിച്ചുപോയ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഈ ഇടതുപക്ഷത്തിന്റെ സമരത്തില്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. KSRTC കണ്ടക്ടർ മരിച്ചത് ഇടതുപക്ഷത്തിന്റെ സമരമാണോ അതെ RSS BJPയുടെ സമരമാണോ? ക്ഷമിക്കുക പ്രേക്ഷകർ, അത് ഓർമ്മക്കുറവുകൊണ്ട് വന്നു പോയതാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ച നിരവധി സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്ന് നേതാക്കളൊക്കെ ആർക്കും ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായില്ല. അപ്പോൾ അൻവറെ അറസ്റ്റ് ചെയ്തത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഇവിടെ ഭരിക്കുന്നത് ആര്? പിണറായി. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടോ. അൻവർ അതിൻ്റെ ഇടയിൽ കുറച്ച് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു. എൻ്റെ പേര് അൻവർ എന്നായത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് അൻവർ പറഞ്ഞത്. അല്ല, പാണ്ഡ്യാല ഷാജിയേട്ടൻ പറഞ്ഞൊരു പോയിന്റാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, മുസ്ലിം അതായത് ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് പിണറായി കൊണ്ട് ചെയ്യിക്കുന്നത് ഇവിടുത്തെ RSS BJPക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അതിന് സമ്മതിക്കുന്ന രീതിയിലാണ് അൻവർ പറഞ്ഞത്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണോ ഇപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്ന് ചോദിക്കുന്നതും അൻവറിന്റെ ചോദ്യത്തിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെയാണെന്ന് കരുതാൻ പറ്റുമോ ചേട്ടാ? ഇവർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന CPM-ഉം ഇപ്പൊ കാണിക്കുന്ന ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് അവർക്ക് ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് പോയി, അവർ ന്യൂനപക്ഷത്തെ സ്നേഹിച്ചു. പക്ഷേ ഭൂരിപക്ഷ വിഭാഗ പ്രീണനം എന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിച്ചപ്പോൾ ഇപ്പുറത്ത് ഇടഞ്ഞു തുടങ്ങിയത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ നിന്ന് മറ്റൊരു പ്രസ്താവന വന്നത്. ശിവഗിരിയിൽ നിന്ന് വന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ മേൽമുണ്ട് വിവാദം എന്ന് പറഞ്ഞാല് ഇതേപോലൊരു സംഭവം 55 കൊല്ലം മുമ്പ് ദേവസ്വം ബോർഡ് ഇതേപോലെ ഇറക്കിയ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. 55 കൊല്ലം മുമ്പ് 970 മറ്റോ 70 അതെ 69 70 ഇങ്ങനെ മേൽമുണ്ട്, ഞാൻ എന്റെ വായിച്ചറിവാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രാക്കുളം ബാസി എന്ന് പറഞ്ഞൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് ചീറ്റിപ്പോയി. അതേപോലെ വീണ്ടും ഒന്ന് രംഗത്തിറക്കി നോക്കിയതാണ്. അത് ഈ പറഞ്ഞ പോലെ അൻവർ ആയതുകൊണ്ട് വേറൊരു കാര്യം അറിയോ പറയുക, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ഇവിടുത്തെ BJPക്കാരുടെ ഒരു അജണ്ട കൂടെയാണത്. എന്ത് പറയുന്നത്, സ്ത്രീ പ്രവേശനത്തിന് ഒളിഞ്ഞോ തെളിഞ്ഞോ BJPക്കാരുടെ അതിന്റെ പിറകിലുണ്ട്. അതൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതിന് എന്താ പറയാ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒളിഞ്ഞോ തെളിഞ്ഞോ BJPക്ക് അതിൽ പങ്കുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ അൻവർ മനഃപൂർവ്വം എറിഞ്ഞിട്ട ഒരു വിഷവിത്ത് തന്നെയല്ലേ ഈ അൻവർ എന്ന് പറയുന്നത്. അൻവർ പിന്നെ പറഞ്ഞതിൽ കാര്യം ഈ ഗവൺമെന്റ് അങ്ങനെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അൻവറിന്റെ പ്രസ്താവന ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ബുക്ക് കൊടുത്ത മുസ്ലിം തീവ്ര വിരുദ്ധ അത് അടങ്ങിയ ഒരു പുസ്തകമാണ് P. ജയരാജൻ എന്നുള്ള ഈ 5 പേർക്ക് വായിക്കാൻ. ഇതെല്ലാം കണ്ണിൽ പൊടിയിടലല്ലേ ചേട്ടാ? അല്ലാണ്ട് മുഖ്യമന്ത്രി PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള, അതായത് അൻവർ എന്ന പേര് തന്റെ നാമം അൻവർ എന്നായതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ചിന്തിക്കാൻ അത്രത്തോളം പോവില്ല. എന്നാലും ഇതിനകത്ത് ഇതിലൂടെ ഒന്ന് സംഭവിക്കുന്നത് ഈ ബാക്കിയുള്ളവർക്ക് ഉണ്ടായി കൊടുത്ത മൈലേജ് പോലെ തന്നെ PV അൻവറിന് പിണറായി മൈലേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അൻവറിനെ UDF-ലേക്ക് താഴെ പോയ DMK ഇപ്പൊ ഉയർന്നു വന്നു. അതായത് അൻവർ ഇത് ഇപ്പോ പുത്തൻ താരോദയം പോലെ ഉയർന്നു വന്നിട്ടുണ്ട്. അൻവർ ഇന്നലത്തെ രാത്രി കൊണ്ട് അൻവർ ഹീറോയായി. അതായത് നിയമസഭാ സാമാജികരിലെ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയാണ് PV അൻവർ. PV അൻവർ, P. ശശി, ADGP അജിത് കുമാർ, പിണറായി വിജയൻ, ഇങ്ങനെ ഈ കമ്പനിയുടെ ഈ 4 സംഘത്തിന്റെ കൂട്ട് കമ്പനിയിൽ എവിടെയോ പറ്റിയ ഒരു പിണക്കമാണ് ഈ പറഞ്ഞ അൻവർ ആദ്യം അതിൽ നിന്ന് പിൻവാങ്ങുന്നത്. അങ്ങനെ അൻവർ അജിത്തിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ADGP അജിത് കുമാറിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തി. അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹം ഇപ്പോൾ ADGP ആണ്, ലോ ആൻഡ് ഓർഡർ ഇല്ല. അതിൽ അൻവർ വിജയിച്ചായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം രണ്ടാമതൊരു ശ്രമം നടത്തി ശശിയെ മാറ്റാനായി. അതായത് പാർട്ടിയിലെ മലപ്പുറത്തുള്ള സഖാക്കൾ അടങ്ങിയവർ ഒരുപാട് പേര് ശശി ഈ ഭരണത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പിണറായി അടങ്ങുന്ന പാർട്ടി നേതൃത്വത്തെ പറഞ്ഞു മടുത്തു. ഇത് നമുക്ക് കിട്ടുന്ന അറിവാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ മെസ്സേജ് പോകുന്നുണ്ട്. അപ്പോൾ ശശിയെ തൊടാൻ പറ്റിയില്ല. അപ്പോൾ ശശിക്കെതിരെ പുറത്തു നിന്ന് നിരന്തരം ഇങ്ങനെ വരുമ്പോൾ ശശി വിചാരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ഒരു സ്റ്റൈലാണ് ഇവിടെ കാണിച്ചത് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇതോടുകൂടി PV അൻവറിനെ UDF എടുക്കും. കാര്യം രമേശ് ചെന്നിത്തല അനുകൂലിച്ചിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ VD സതീശനും പറഞ്ഞിട്ടുണ്ട്. സതീശനായിരുന്നു ഇടഞ്ഞു നിന്നിരുന്നത്. പക്ഷേ സതീശൻ പറഞ്ഞു എന്നെ വിമർശിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹം പറയുന്നു. വിമർശനം ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനെയാണോ ഒരു MLA, അതും ഭരണപക്ഷ MLA അല്ലേ, എന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇതിനകത്ത് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന PV അൻവർ നോവിച്ച് വിട്ട ഒരു മൂർഖനായിരിക്കും. നമ്മൾ ആ നോവിച്ച് വിട്ട മൂർഖന്റെ കയ്യിൽ നിരവധി റെക്കോർഡ്സ്
ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂട്ടുകച്ചവടം, പി ശശിയുടെ കൂട്ടുകച്ചവടം, അജിത് കുമാറിന്റെ കൂട്ടുകച്ചവടം അടങ്ങി പണ്ട് പി സി ജോർജിന് ഇതുപോലെ സർക്കാർ തലത്തിലൊക്കെ ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് പി സി ജോർജ്. പി സി ജോർജ് ആരായിരുന്ന വിചാരം? VS-ന് രേഖകൾ എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ചില ഫയലുകൾ, ഭയങ്കര രഹസ്യമായ അതിതീവ്ര ഫയലുകൾ പല ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് VS-ന് രേഖകൾ എത്തിച്ചു കൊടുക്കുന്ന ആരായിരുന്നു? പി സി ജോർജ്. അതുപോലെ PV അൻവർ നാളെ ഒരു വേള നിലമ്പൂർ ഈ കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ PV അൻവർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. മാത്രമല്ല PV അൻവറിനെ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ UDF രംഗത്തിറങ്ങി കളിക്കാൻ പോകുന്നത്. അതിനുള്ള വഴി പിണറായി വിജയൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതായത് കൂടെ ഇരുന്ന് അടി മാന്തിക്കൊണ്ടിരിക്കുകയാണ് ശശി എന്നുള്ള കാര്യം പിണറായി മനസ്സിലാക്കുന്നില്ല. അതാണ് പി ശശി നേരത്തെ നയനാർ മന്ത്രിസഭയെയും മൂട്ടി തള്ളിയിട്ടതും ഇടതുപക്ഷ ഭരണം അടുത്ത ടൈമിൽ നിന്നല്ല കുറേ നാളേക്ക് ഇടതുപക്ഷ ഭരണം ഇല്ലാതാക്കിയതും ശശിയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വരുന്ന 10 മാസം ശശി എന്തൊക്കെ അടിവലി നടത്തും. പിണറായി വിജയൻ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി കൊണ്ട് ഈ ഭരണവും CPM-ഉം തകർന്ന് തരിപ്പണമാകും. അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ഹീറോ ആയിട്ടായിരിക്കും. എന്ത് പറയുന്നത്? അതെ, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും.